സത്യമാണ് ഇളയമ്മ, സത്യമാണ്. ആ മൃത്യുവിന്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ നമ്മുടെ നേത്രങ്ങൾക്ക് മുൻപിലുണ്ട്. ഒരു കാര്യം നമുക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ കഴിയുന്നില്ല. ആ മായാവിയായ ഗന്ധർവൻ രാജകുമാരന്റെ രൂപത്തിലാ വന്നത്. രാജകുമാരനല്ല ജ്യേഷ്ഠത്തി, ഇത് കണ്ടാലും മഹാരാജൻ, ഇത് കണ്ടാലും ഇപ്പോൾ ആർക്കും നമ്മുടെ വാക്കുകളിൽ സംശയമുണ്ടാകില്ലല്ലോ. ആ ഗന്ധർവൻ രാജകുമാരൻ എന്ന പേരിൽ രൂപനഗരത്തിൽ പ്രവേശിക്കുകയായിരുന്നു. അവൻ യഥാർത്ഥത്തിൽ ഒരു രാക്ഷസനായിരുന്നു. ജോഡിലയുടെ ഒരു അനുചരനാണ്. ഭഗവാനെ, നമുക്കിപ്പോൾ ഭയം അനുഭവപ്പെടുകയാണ്. ശരീരം ആകെ വിറക്കുകയാണ്. രക്ഷിക്കൂ മാതേ, രക്ഷിക്കൂ ചണ്ഡിക മാതേ. അവിടത്തേക്ക് നന്ദി മാതേ, അവിടുത്തെ കൃപയാണിത്. അവിടത്തേക്ക് നന്ദി മാതേ. അവിടുത്തെ കൃപയാൽ നമ്മുടെ രൂപനഗരം സുരക്ഷിതമായിരിക്കുകയാണ്. പക്ഷെ മഹാരാജൻ, നമ്മുടെ സുരക്ഷാ കവചത്തെ ഭേദിച്ചുകൊണ്ട് ആ രാക്ഷസൻ അകത്തേക്ക് എങ്ങനെയാണ് പ്രവേശിച്ചത്? അവൻ രക്ഷാകവചമൊന്നും ഭേദിച്ചിട്ടില്ല. അവൻ ജ്യേഷ്ഠത്തിയുടെ കരം പിടിച്ചുകൊണ്ടാണ് വന്നത്. അഥവാ രൂപനഗരത്തിലെ രാജകുമാരി ഒരു ദിവസം രാക്ഷസന്റെ കരം പിടിച്ചുകൊണ്ട് ഈ കൊട്ടാരത്തിലേക്ക് വന്നാൽ പിന്നീട് രക്ഷാകവചത്തിന് എന്ത് ചെയ്യാനാകും? അപ്പോൾ ചണ്ഡികാദേവിക്കോ മറ്റേതെങ്കിലും ഈശ്വരനോ രൂപനഗരത്തിന്റെ സംരക്ഷണം ഉറപ്പാക്കുവാൻ സാധിക്കില്ല. കുമാരൻ പറഞ്ഞത് ശരിയാണല്ലോ. അഥവാ ഭവനത്തിന് പുറത്തുള്ള ആപത്തിനെ ആരെങ്കിലും അകത്തേക്ക് കൊണ്ടുവന്നാൽ പിന്നീട് നമ്മൾ എന്ത് ചെയ്യും? ഭവനത്തിന് പുറത്തുള്ള ആപത്തിനെ ആരെങ്കിലും അകത്തേക്ക് കൊണ്ടുവന്നാൽ പിന്നീട് നമ്മൾ എന്ത് ചെയ്യും? എന്തു ചെയ്യും? അപ്പോൾ ഇതേ ചോദ്യം നിങ്ങൾ എല്ലാവരും നിങ്ങളോട് തന്നെയാണ് ചോദിക്കേണ്ടത്. അല്ല ജ്യേഷ്ഠത്തി, അവിടുന്ന് ഒരു കാര്യം പറഞ്ഞാലും അവിടത്തേക്ക് എന്താണ് സംഭവിച്ചത്? അവിടുന്ന് അപരിചിതനായ ഒരു വ്യക്തിയുടെ കരം പിടിച്ച് കൊട്ടാരത്തിലേക്ക് വരാനുണ്ടായ കാരണം എന്താണ്? അപ്പോൾ കൂടെ ഇവളും ഉണ്ടായിരുന്നല്ലോ. ഇവളെന്താ ജ്യേഷ്ഠത്തിയെ തടയാതിരുന്നത്? സൂക്ഷിച്ച്. യഥാർത്ഥത്തിൽ നമുക്കിരുവർക്കും അയാളെ മനസ്സിലാക്കാൻ സാധിച്ചില്ല. ഞങ്ങൾക്ക് പിഴവ് സംഭവിച്ചതാണ്. പിഴവ് സംഭവിച്ചു അല്ലേ? അഗ്നി കൊണ്ട് വിളയാടിയ ശേഷം പിഴവ് സംഭവിച്ചു എന്ന് പറയുന്നതിൽ ഒരർത്ഥവുമില്ല. നിനക്ക് മനസ്സിലായോ? നാം ഇപ്പോൾ ഒരു കാര്യമാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അഥവാ ഈ വാർത്ത കൊട്ടാരത്തിന് പുറത്തേക്ക് പോയാൽ അതിനുശേഷം ഇവിടെ സംഭവിക്കുന്നത് എന്തായിരിക്കും? കുമാരൻ രൂപനഗരത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. രാക്ഷസനെ പുറത്താക്കുന്നതായിരുന്നു ഉചിതം. മറ്റെന്താണ് സംഭവിക്കുന്നത്? പ്രജകൾ മുഴുവൻ നമുക്കെതിരെ പ്രക്ഷോഭം ആരംഭിക്കും. കണ്ടില്ലേ, രാജ്യത്തിന്റെ രാജകുമാരി രാജ്യത്തിന്റെ ആപത്ത് പോലെ നിൽക്കുകയാണ്. മതി, ശാന്തരാകൂ. ഇത് നിങ്ങൾക്ക് പരസ്പരം പഴിചാരാനുള്ള സമയമല്ല. നാമും അത് തന്നെയാണ് കരുതുന്നത്. ഇത്തവണ നമ്മൾ അതിനെക്കുറിച്ച് സംസാരിക്കുന്നത് ഉചിതമല്ല. ഞങ്ങൾ എല്ലാവരും നിശബ്ദരാകാം. എന്നാൽ പ്രജകളുടെ കാര്യമോ? അവര് നിശബ്ദരാകാൻ പോകുന്നില്ല. മഹാരാജൻ ചുമരുകൾക്ക് പോലും കാതുകളുണ്ട്. നമ്മുടെ ഈ രാജകൊട്ടാരത്തിനുള്ളിൽ ഇപ്രകാരം അരുതാത്ത സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് പ്രജകളുടെ കാതിലെത്താൻ അധിക സമയം വേണ്ടി വരുമോ? അതുതന്നെയാണ് നാം പറയാൻ ആഗ്രഹിച്ചത്. നമ്മുടെ രൂപനഗരത്തിലെ പ്രജകൾ വിഡ്ഢികളല്ല. നമ്മൾ അവരോട് എങ്ങനെയാണ് പറയുക? രാജകുമാരിയുടെ കരം പിടിച്ചുകൊണ്ടാണ് ഒരു വലിയ ആപത്ത് ഈ രൂപനഗരത്തിൽ പ്രവേശിച്ചതെന്ന്. ഇല്ലില്ല അനുജ, നാം പറയുന്നതൊന്ന് കേൾക്ക്. എന്തെങ്കിലും ആപത്ത് സംഭവിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നില്ല. ഇപ്രകാരം സംഭവിക്കുമെന്ന് കരുതിയുമില്ല.
ഇപ്രകാരം ഒരു രാജകുമാരന്റെ വേഷവും ധരിച്ചുകൊണ്ട് ഒരു രാക്ഷസനകത്ത് കടക്കുമെന്ന് നാം കരുതിയതുമില്ല. കേൾക്കൂ ഇളയമ്മേ, നാം അപ്രകാരം ചിന്തിച്ചിട്ട് പോലുമില്ല. ഇളയമ്മേ, അവിടുന്നും എല്ലാം കണ്ടതല്ലേ? പിതാശ്രീ, നിങ്ങളുമെല്ലാം കണ്ടതല്ലേ? അസാധാരണമായി അവിടെ ഒന്നും സംഭവിച്ചില്ലല്ലോ. നമുക്ക് അപ്രകാരം അനുഭവപ്പെട്ടിരുന്നു. നാം മഹാരാജാവിനോടത് പറയുകയും ചെയ്തു.